ഹായ് ഓൾ, ലിറ്റ്ഷോർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് MCQ സീരീസ് സീസൺ 2 പാർട്ട് 8 വീഡിയോ ആണ്. ഇതിനോടകം തന്നെ നമ്മൾ 7ഓളം പാർട്ടുകൾ വളരെ സക്സസ്ഫുള്ളായിട്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആ ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉപകാരപ്രദമാകുന്നുണ്ട് എന്നും കൂടി കരുതുമ്പോൾ, കൂടാതെ നമ്മൾ ഇന്നത്തെ ഈ ഒരു പാർട്ട് 8 ഡിസ്കസ് ചെയ്യാനായി പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് സ്പെഷ്യൽ ക്രാഷ് ബാച്ചിൻ്റെ കാര്യം. നമ്മൾ ഇതിനോടകം തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇതിനെക്കുറിച്ച് ചെയ്തു തന്നതുമാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന ഫീച്ചേഴ്സൊക്കെ, സ്റ്റഡി മെറ്റീരിയൽസും മോക്ക് ടെസ്റ്റുകളും മോഡൽ എക്സാമുകളെല്ലാം ഉൾപ്പെടുന്ന ഈ ഒരു പാക്കേജിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പർ മുഖേന ബന്ധപ്പെടാനായി ശ്രമിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് സ്ലൈഡിൽ നൽകിയിരിക്കുന്ന നമ്പർ മുഖേന ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കാം. സോ കൂടുതൽ സമയം കളയാതെ തന്നെ നമുക്ക് ഈ ഒരു പാർട്ട് 8 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്രകാരമാണ്: ഇൻ വിച്ച് വേർഡ്സ് ഫോം ഈസ് T.S. എലിയറ്റ്സ് ദ വേസ്റ്റ് ലാൻഡ് ബ്രിട്ടൻ? നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടതാണ്, അതായത് കഴിഞ്ഞ പാർട്ടിൽ കണ്ടതാണ് T.S. എലിയറ്റ് എഴുതിയിട്ടുള്ള വേസ്റ്റ് ലാൻഡും ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്തതെന്ന് ചോദ്യം. അത് കാണാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് പ്ലേലിസ്റ്റിൽ പോയിട്ട് ആ ഒരു കഴിഞ്ഞ പ്രീവിയസ് സെക്ഷൻ വീഡിയോ കാണാനായിട്ട്, അതായത് MCQ സീരീസിൻ്റെ തന്നെ പ്രീവിയസ് സെക്ഷൻ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപ്രകാരം ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡിഫറൻസ് ആയിട്ട് വരുന്നത്, ഈ വേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന പോയം എഴുതിയ മീറ്റർ ഏതാണെന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഇൻ വിച്ച് വേർഡ്സ് ഫോം ഇറ്റ് ഈസ് ബീങ് റിട്ടൺ എന്നാണ് കണ്ടെത്തേണ്ടത്. ഗിവൺ ഓപ്ഷൻസ് ആർ ഫ്രീ വേർഡ്സ്, സ്പ്രങ് റിതം, പ്രോസ് വേർഡ്സ് ആൻഡ് നൺ ഓഫ് ദി എബോവ്. അതിൻ്റെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ, ഫ്രീ വേർഡ്സ് ആണ്. ഈ ഫ്രീ വേർഡ്സ് എന്ന് പറഞ്ഞാൽ ആൻ ഓപ്പൺ ഫോം ഓഫ് പോയട്രി ആണ്. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് യൂസ് കൺസിസ്റ്റൻറ്റ് മീറ്റർ പാറ്റേൺസ്, റൈംസ് ഓർ എനി മ്യൂസിക്കൽ പാറ്റേൺ. അങ്ങനെ ഫ്രീ വേർഡ്സിൽ എഴുതപ്പെട്ട വർക്കുകളിൽ നമുക്ക് നോക്കുവാണെങ്കിൽ കാണാനായിട്ട് സാധിക്കും. അതായത് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു മീറ്റർ ഫോളോ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റില്ല, ഒരു റൈം സ്കീം ഫോളോ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റില്ല, ഒരു മീറ്റർ സ്കീം, അങ്ങനെ യാതൊരു രീതിയിൽ ഒരു കൺസിസ്റ്റൻസി, ഒരു മ്യൂസിക്കൽ പാറ്റേൺസ് ഒന്നും ഈ ഒരു ഫ്രീ വേർഡ്സിൽ എഴുതപ്പെട്ട വർക്കുകൾ നോക്കുകയാണെങ്കിൽ, പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഈ ഒരു കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് T.S. എലിയറ്റ് എഴുതിയിട്ടുള്ള വേസ്റ്റ് ലാൻഡ് ഈസ് ബീങ് റിട്ടൺ ഇൻ ദ വേർഡ്സ് ഫോം ഓഫ് ഫ്രീ വേർഡ്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദി ഫ്രേസ് ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി വാസ് യൂസ്ഡ് ബൈ എലിയറ്റ് ഇൻ? അദ്ദേഹത്തിൻ്റെ ഏത് എസ്സേയിലാണ് ദി ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറഞ്ഞ ഫ്രേസ് ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്? ഗിവൺ ഓപ്ഷൻസ് ആർ മെറ്റഫിസിക്കൽ പോയറ്റ്സ്, ബോഡ്ലെയർ, ഡാൻറ്റെ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ പ്രകാരം ദി മെറ്റഫിസിക്കൽ പോയറ്റ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ എസ്സേയിലാണ് ഈ ഒരു ഫ്രേസ് ഉപയോഗിച്ചിരിക്കുന്നത്. മെയിൻലി ഈ ഒരു ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, it refers to the way in which intellectual thought was separated from the experience of feeling. ആ ഒരു കാര്യം മനസ്സിലാക്കാം. കൂടാതെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിർജീനിയ വൂൾഫുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതായത് വിർജീനിയ വൂൾഫും അവർ എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട വർക്ക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷനാണ്. ഇവിടുത്തെ ചോദ്യം ഇപ്രകാരമാണ്: ഐഡൻറ്റിഫൈ ദ ഫസ്റ്റ് നോവൽ ഓഫ് വിർജീനിയ വൂൾഫ്. വിർജീനിയ വൂൾഫ് എഴുതിയ ഫസ്റ്റ് നോവൽ ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഗിവൺ ഓപ്ഷൻസ് ആർ വോയേജ് ഔട്ട്, മിസിസ് ഡാലവേ, ടു ദ ലൈറ്റ് ഹൗസ്, ഒർലാൻഡോ. ഏതായിരിക്കും? ഓപ്ഷൻ എ തന്നെയാണ്. വോയേജ് ഔട്ട് എന്ന് പറയുന്ന വർക്കാണ് വിർജീനിയ വൂൾഫ് ഫസ്റ്റ് നോവലായിട്ട് കണക്കാക്കപ്പെടുന്നത്. ആൻഡ് കൂടാതെ വിർജീനിയ വൂൾഫ് കൂടുതൽ പോപ്പുലറായിട്ട് അറിയപ്പെട്ടിരുന്ന അവരുടെ തന്നെ എസ്സേ ആയിട്ടുള്ള എ റൂം ഓഫ് വൺ സോൺ എന്ന് പറയുന്ന 1929 എഴുതിയിട്ടുള്ള എസ്സേ ആണ് എ റൂം ഓഫ് വൺ സോൺ. ആൻഡ് ഷീ വാസ് ഓൾസോ കൺസിഡർഡ് ടു ബി എ പയനിയർ ഓഫ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ഒരു എഴുത്ത് ശൈലി തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു ശൈലിയുടെ ഒരു പയനിയറായിട്ട്, ഒരു തുടക്കക്കാരി ഇല്ലെങ്കിൽ അതിന് തുടക്കം കുറിച്ച ഒരു വ്യക്തി എന്ന രീതിയിലൊക്കെ ഖ്യാതി നേടിയെടുത്തൊരു എഴുത്തുകാരിയാണ് വിർജീനിയ വൂൾഫ് എന്ന് മനസ്സിലാക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബ്രാങ്ക്വെൻ സിസ്റ്റേഴ്സ്, ഗുഡ്രൺ ആൻഡ് ഉർസുല അപ്പിയേഴ്സ് ഇൻ ദ നോവൽ. ഏത് നോവലാണ് ഈ പറയപ്പെടുന്ന ബ്രാങ്ക്വെൻ സിസ്റ്റേഴ്സ് അപ്പിയർ ചെയ്യുന്നത്? ഗിവൺ ഓപ്ഷൻസ് ആർ ലേഡി ചാറ്റർലീസ് ലവർ, വിമൻ ഇൻ ലവ്, സൺസ് ആൻഡ് ലവേഴ്സ്, ഓപ്ഷൻ ഡി ദ റെയിൻബോ. ഏതായിരിക്കും? ഓപ്ഷൻ ബി, വിമൻ ഇൻ ലവ്. ആരാണത് എഴുതിയത്? D.H. ലോറൻസ് ആണ്. പ്രധാനമായും D.H. ലോറൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ, സെറ്റ് എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനൊക്കെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്, പ്രധാനമായും ഒന്നുകിൽ ക്യാരക്ടേഴ്സിനെ മാച്ച് ദ ഫോളോയിങ് എന്ന രീതിയിലാക്കാൻ, അല്ലെങ്കിൽ ആ
നോവൽസിനെ കറക്റ്റ് എഴുതിയ വർഷത്തിനനുസരിച്ച് ക്രൊണോളജിക്കൽ ഓർഡർ ആക്കാനായിട്ടാണ് ചോദ്യം വന്നിട്ടുള്ളത്. ക്രൊണോളജിക്കൽ ഓർഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇതിനോടകം തന്നെ നമ്മുടെ ലിറ്റ്യൂർ അക്കാഡമി എന്ന ചാനലിൽ നമ്മൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ പ്ലേലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാക്കാനായി സാധിക്കും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിമൻ ഇൻ ലവ് എന്ന് പറയുന്ന നോവലിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സാണ് ഗുഡ്രൺ ആൻഡ് ഉർസുല. അവരൊരു ബ്രാങ്ഡൻ സിസ്റ്റേഴ്സ് എന്ന പേരിലാണ് അറിയപ്പെട്ടെന്ന കാര്യം മനസ്സിലാക്കുക. അതേസമയം നിങ്ങൾ മനസ്സിലാക്കേണ്ട സൺസ് ആൻഡ് ലവേഴ്സ് എന്ന് പറയുന്ന ഒരു നോവൽ ഇവിടെ കാണാം. ആ ഒരു നോവലിലെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ പേരാണ് പോൾ മോറൽ, PAUL, പോൾ മോറൽ, MOREL. പോൾ മോറൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, ഹു അപ്പിയേഴ്സ് ഇൻ ദ നോവൽ ടൈറ്റിൽ സൺസ് ആൻഡ് ലവേഴ്സ് എന്ന കാര്യം ആലോചിക്കാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ റൈറ്റർ ഹു ഈസ് നോട്ട് ബിലോങ്ങിങ് ടു ദി ആങ്ക്രി യങ് മാൻ ഗ്രൂപ്പ്. അതായത് നമ്മൾ ഇതിനോടകം ചെയ്ത പാർട്ടുകളിൽ തന്നെ നമ്മൾ പല ഗ്രൂപ്പുകളെ പരിചയപ്പെട്ടിട്ടുണ്ട്. പിങ്ക് പോയറ്റ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിനെ പരിചയപ്പെട്ടു, മൂവ്മെൻറ്റ് പോയറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിനെ പരിചയപ്പെട്ടു. ഇപ്പോൾ ഇത് ആംഗ്രി യങ് മാൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ കൂടി നമ്മൾ പരിചയപ്പെടാനായിട്ട് പോവുകയാണ്. ഇതിൽ കണ്ടെത്തേണ്ടത് ആ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടാത്ത വ്യക്തി ആരാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഗിവൺ ഓപ്ഷൻസ് ആർ ജോൺ ഓസ്ബോൺ, കിങ്സ്ലി ആമിസ്, ജോൺ ബ്രെയിൻ ആൻഡ് WB Yeats. ആരായിരിക്കും? ഓഫ് കോഴ്സ് ദി ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി, WB Yeats ആണ്. ബാക്കി നമ്മൾ മനസ്സിലാക്കി. ഈ ആംഗ്രി യങ് മാൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ഗ്രൂപ്പ് ഓഫ് മോസ്റ്റ്ലി വർക്കിംഗ് ആൻഡ് മിഡിൽ ക്ലാസ് ബ്രിട്ടീഷ് പ്ലേ റൈറ്റ്സ് ആൻഡ് നോവലിസ്റ്റ് ഹു ബിക്കെയിം പ്രോമിനൻറ്റ് ഇൻ ദ 1950s. 1950 കാലഘട്ടങ്ങളിൽ നിന്ന് വരുന്ന വർക്കിംഗ് ആൻഡ് മിഡിൽ ക്ലാസ് ബ്രിട്ടീഷ് പ്ലേ റൈറ്റ്സ് ആൻഡ് നോവലിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പിനെയാണ് ആംഗ്രി യങ് മെൻ ഗ്രൂപ്പ് എന്ന് മനസ്സിലാക്കുക. അവർ വർക്കുകൾ പരിശോധിക്കുമ്പോൾ ആ സമൂഹത്തിൽ നടന്ന അനീതികൾക്കെതിരെ രോക്ഷാകുലരായിട്ടുള്ള ഒരു ചെറുപ്പക്കാരുടെ ഗ്രൂപ്പ് കൂടിയാണെന്ന് മനസ്സിലാക്കുക. പ്രധാനപ്പെട്ട ലീഡിംഗ് ഫിഗേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഗിവൺ ദി അബോവ് 3 ഓപ്ഷൻസ് ഷുഡ് ബി ദ ജസ്റ്റ് ലൈക്ക് ജോൺ ഓസ്ബോൺ ഇസ് ദ, കിങ്സ്ലി ആമിസ്, ജോൺ ബ്രെയിൻ, ജോൺ വെയിൻ, അതോടൊപ്പം തന്നെ അലൻ സില്ലർട്ട് ആൻഡ് ജോൺ ബ്രെയിൻ, കിങ്സ്ലി ആമിസ്, ജോൺ ഓസ്ബോൺ. ഇത്രയും ആൾക്കാരൊക്കെ തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ലീഡിംഗ് ഫിഗേഴ്സായിട്ട് കരുതപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം കിങ്സ്ലി ആമീസുമായി ബന്ധപ്പെട്ടുള്ള ആംഗ്രി യങ് മാൻ ഗ്രൂപ്പ്, അതിൽ തന്നെ ഏറ്റവും മോസ്റ്റ് പ്രോമിനൻറ്റ് വ്യക്തിയാണ് ഈ ആംഗ്രി യങ് മാൻ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് കിങ്സ്ലി ആമീസ് എന്ന കാര്യം കൂടി മനസ്സിലാക്കാം. അതുകൊണ്ടുകൂടി തന്നെ നമ്മൾ ഇത്രയും പാർട്ടുകളിൽ നമ്മൾ പ്രധാനമായും കുറേ അധികം ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഈ ഒരു പാർട്ടിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. നിങ്ങൾക്ക് സെറ്റ് സ്പെഷ്യൽ ബാച്ചിൽ, ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ഈ നമ്പർ മുഖേന ബന്ധപ്പെടാനായി ശ്രമിക്കുക. കൂടാതെ ഇതുപോലുള്ള പാർട്ട് വീഡിയോകൾ മിസ്സായി പോകാതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക പ്ലീസ്, ദയവേത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അങ്ങനെ നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ ഉപരി ഒരു എൻകറേജ്മെൻറ്റ് എന്ന രീതിയിൽ, നിങ്ങളുടെ ഒരു ടോക്കൺ ഓഫ് അപ്രിസിയേഷൻ എന്ന രീതിയിൽ നിങ്ങളുടെ ലൈക്ക് തരാൻ മറക്കാതിരിക്കുക. ഇത്രത്തോളം മാത്രമേ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. സോ ഇറ്റ്സ് ബൈ ഫ്രം ലിറ്റ്യൂർ അക്കാഡമി. താങ്ക് യു.